നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ മിക്സഡ് കറണ്ട് അഫയേഴ്സ് 565 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പത്രമാധ്യമങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ സീരീസാണിത്. ഏറ്റവും ഉപകാരപ്രദമാകുന്ന സൗജന്യ ക്ലാസ്സുകളാണിത്. അപ്പോൾ നിങ്ങളിത് വേണ്ട വിധം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. 566 ചോദ്യം, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രഭ ആത്രയ ഏത് മേഖലയിൽ പ്രശസ്തയാണ്? ഉത്തരം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം സാറ ജോസഫ്, കൃതി കാറ. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ താരമാര്? ഉത്തരം ടിം സൗത്തി. ഇദ്ദേഹം ന്യൂസിലാൻഡിൻ്റെ പ്ലെയറാണ്. 2024 ജനുവരിയിൽ സമ്മാനിച്ച 2021 സ്വാതി സംഗീത പുരസ്കാരം നേടിയതാര്? ഉത്തരം PR കുമാര കേരള വർമ്മ. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യമേത്? ഉത്തരം USA. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമായ അടൽ സേതു നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. 21.8 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ഉത്തരം ജെയിൻ യൂണിവേഴ്സിറ്റി. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം PK വീരമണിദാസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ്. 2024 ഗോൾഡൻ ഗ്ലോബിൽ മികച്ച കോമഡി മ്യൂസിക്കൽ സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം പൂവർ തിങ്സ്. 2024 ഗോൾഡൻ ഗ്ലോബിൽ മികച്ച നടിയായത് ലിലി ഗ്ലാഡ്സ്റ്റൺ ആണ്. സിനിമ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ. ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യ ഗോത്ര വനിതയാരാണ്? ഉത്തരം ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. 2024 ഗോൾഡൻ ഗ്ലോബിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയാണ്. സിനിമ ഓപ്പൺഹൈമർ. മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് ഡൗണി ജൂനിയർ. ചിത്രം ഓപ്പൺഹൈമർ. ബംഗ്ലാദേശിൽ തുടർച്ചയായി 4ാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബൊക്കൻ ബോവർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ്. വേദി കൊല്ലം. അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് കാലിക്കറ്റ് സർവകലാശാല. 2024 ഒളിമ്പിക്സ് വേദി എവിടെ? ഉത്തരം പാരീസ്. 2028 ലോസ് ആഞ്ചൽസ്. 2032 ബ്രിസ്ബെയിൻ. കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡ് ചെയ്ത ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആദ്യ ട്രാൻസ്പോർട്ട് വിമാനമാണ് C-130J. ബഹിരാകാശത്ത് നടന്ന ആദ്യ അറബ് വംശജനാണ് സുൽത്താൻ അൽ നയാദി. UAE യുവജനകാര്യ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹമാണ്. ISROയുമായി ചേർന്ന് ചെറു ഉപഗ്രഹം നിർമ്മിക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ട രാജ്യമേത്? ഉത്തരം മൗറീഷ്യസ്. ഈയിടെ അന്തരിച്ച മുൻ ബ്രസീലിയൻ ഫുട്ബോൾ താരവും കോച്ചുമായ വ്യക്തിയാണ് മരിയോ സഗാലോ. ഓൺലൈൻ ഗെയിമിങ്ങിനും പണം വെച്ചിട്ടുള്ള ചൂതാട്ടത്തിനും ഉൾപ്പെടെ എത്ര % GST ഏർപ്പെടുത്താനുള്ള ഓർഡിനൻസിലാണ് 2024 ജനുവരിയിൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചത്? 28%. ആരുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് 525 രൂപയുടെ നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? ഉത്തരം മീരാഭായ്. ഇരുള ഭാഷയിൽ നിർമ്മിച്ച് പ്രിയനന്ദൻ സംവിധാനം ചെയ്ത ആദിവാസികൾ മാത്രം അഭിനയിച്ച ആദ്യ ചിത്രമെന്ന ഖ്യാതി നേടിയ ചിത്രമേത്? ഉത്തരം ദബാരി കുരുവി. ആലപ്പി രംഗനാഥിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം നേടിയതാര്? ഉത്തരം M ജയചന്ദ്രൻ. 2024 ജനുവരിയിൽ UK-യിൽ വൻ നാശം വിതച്ച കൊടുങ്കാറ്റേത്? ഉത്തരം ഹെങ്ക്. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല ഏത്? ഉത്തരം എറണാകുളം. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 1930. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ വക്താവായിട്ട് നിയമിതനായത് ആര്? ഉത്തരം രണധീർ ജയ്സ്വാൾ. നിതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ നിർദ്ദേശപ്രകാരം ICMRഉം സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡിടെക് മിത്ര.
സിവിൽ സർവീസ് പരീക്ഷാ നടപടിക്രമങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ച പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാരാണ്? ഉത്തരം സുശീൽ മോദി. കേരളത്തിൽ IBM AI ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി. ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമായ ഡെസേർട്ട് സൈക്ലോൺ 2024 വേദി എവിടെ? ഉത്തരം മഹാജൻ, രാജസ്ഥാൻ. മികച്ച പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ഇന്ത്യൻ താരമാര്? ഉത്തരം ശീതൾ ദേവി. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം ഏത്? ഉത്തരം മേഘമല വെള്ളിവരയൻ. ദക്ഷിണ നാവികസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം വെന്നം ശ്രീനിവാസ്. 2024 പുതുവത്സരം ആദ്യമെത്തിയ ദ്വീപ് രാഷ്ട്രമേത്? ഉത്തരം കിരിബാത്തി. ഇന്ത്യയിലാകമാനം അതിവേഗ ഇന്റർനെറ്റ് സർവീസ് നൽകാനായി ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹത്തിന്റെ പേരാണ് GSAT-20. GSAT-20 ഉപഗ്രഹം വിക്ഷേപിക്കുന്ന സ്പേസ് എക്സിന്റെ റോക്കറ്റാണ് ഫാൽക്കൺ 9. GSAT-20 നിർമ്മിച്ചത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ കൃതികളുടെ ജാപ്പനീസ് ഭാഷാ വിവർത്തനത്തിലൂടെ പ്രശസ്തിയായ ഈയിടെ അന്തരിച്ച വിവർത്തകയുടെ പേരെന്ത്? ഉത്തരം തക്കാക്കോ തോമസ് മുല്ലൂർ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായതാര്? ഉത്തരം S. ശ്രീകല. എക്സ്പോസാറ്റ് ഉപഗ്രഹം നിർമ്മിച്ച കമ്പനി ഏതാണ്? ഉത്തരം URO സാറ്റലൈറ്റ് സെന്റർ, ബംഗളൂരു. PM ജന്മൻ അഭിയാനിൽ ഉൾപ്പെടുത്തപ്പെട്ട കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കോറക, കാട്ടുനായിക്ക, ചോലനായിക്ക, കുറുമ്പർ, കാടർ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാള താരമാര്? ഉത്തരം സഞ്ജു സാംസൺ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം സുധീർ നാഥ്. സെക്രട്ടറി A. സതീഷ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം R. വൈശാലി. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് കൈറ്റ് ഉത്സവം. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയതായി ചേർന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ. ആകെ 10 രാജ്യങ്ങളാണ് ബ്രിക്സിൽ നിലവിലുള്ളത്. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കേരള പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം VS അച്യുതാനന്ദൻ. ഭിന്നശേഷിക്കാർക്കായി എംപ്ലോയ്മെന്റ് വകുപ്പ് നേരിട്ട് നടത്തുന്ന സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതി ഏത്? ഉത്തരം കൈവല്യ. മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ. അശരണരായ വനിതകൾക്കായി സംസ്ഥാന എംപ്ലോയ്മെന്റ് വകുപ്പ് നേരിട്ട് നടത്തുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. 50 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി പരമാവധി 1 ലക്ഷം രൂപ വരെ വായ്പാ തുക വിവിധ ബാങ്കുകൾ മുഖേന ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കെസ്റു. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കളിയച്ചൻ പുരസ്കാരം 2023 സ്വന്തമാക്കിയത് കലാമണ്ഡലം ഗോപി. 2023 ഡിസംബറിൽ കേരള ചരിത്രത്തിലെ ഏത് സുപ്രധാന സംഭവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്? 2 സംഭവങ്ങളുണ്ട്. ആലുവ സർവമത സമ്മേളനവും വൈക്കം സത്യാഗ്രഹവും. കേരളത്തിൽ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓൺലൈൻ സേവന സംരംഭം ഏതാണ്? ഉത്തരം K സ്മാർട്ട്. മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം കേരളം. പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും ശില്പികൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനുമുള്ള പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2023 വേദിയായത് തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്ക്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ഉല്ലല ബാബു. പ്രഥമ PT തോമസ് പുരസ്കാര ജേതാവ് മാധവ് ഗാഡ്ഗിൽ. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് വേണ്ടി ആരംഭിച്ച പുതിയ ആപ്ലിക്കേഷന്റെ പേരാണ് ചലോ ആപ്പ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി 7 കലണ്ടർ വർഷങ്ങളിൽ 2000 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരമായി മാറിയത് വിരാട് കോഹ്ലി. ഫിഡെ ലോക റാപ്പിഡ് ചെസ് വനിതാ വിഭാഗ കിരീട ജേതാവ് അനസ്താസിയ ബെട്നാറുക്ക്. 2ാം സ്ഥാനത്തെത്തിയത് ഇന്ത്യൻ താരമായ കൊനേരു ഹംപി. ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടത്തിൽ പുരുഷ വിഭാഗം കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൻ. കേരളത്തിന്റെ സഹകരണം തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് ഈയിടെ നിയമിതനായത് VN വാസവൻ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രിയായി നിയമിതനായത് കടന്നപ്പള്ളി രാമചന്ദ്രൻ. മോട്ടോർ വാഹന, ജലഗതാഗത, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി നിയമിതനായത് KB ഗണേഷ് കുമാർ.
ഈയിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ട അസമിലെ തീവ്രവാദ സംഘടന ഏതാണ്? ഉത്തരം ഉൾഫ. കേരളത്തിലെ ഇക്കോ ടൂറിസം സെന്ററുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. ഈയിടെ അന്തരിച്ച തമിഴ് സിനിമാ നടനും DMDK പാർട്ടി സ്ഥാപകനുമായ തമിഴ്നാട് പ്രതിപക്ഷ നേതാവുമായിരുന്ന വ്യക്തിയുടെ പേര് വിജയകാന്ത്. അയോധ്യയിൽ പുതിയതായി നിർമ്മിക്കുന്ന എയർപോർട്ടിന് നൽകിയ പേര് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. 2023 ഡിസംബറിൽ ഏത് നവോത്ഥാന നായകന്റെ 150ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേര് ക്രഷ്. സംസ്ഥാനത്ത് ആദ്യമായി ജനിതകരോഗ ചികിത്സാ വിഭാഗം നിലവിൽ വന്നത് SAT തിരുവനന്തപുരം. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പ്രീമിയം സോളാർ AC ഡബിൾ ഡെക്കർ ബോട്ടാണ് ഇന്ദ്ര. ഗാസയിൽ ജീവകാരുണ്യ സഹായം എത്തിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ കോർഡിനേറ്ററായി നിയമിതനായത് സിഗ്രിഡ് കാഗ്. കേരളത്തിൽ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചിന്നാർ. അപ്പോഫീസ് 99942 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള പ്രിക്സ് വെർസൈലസ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ഉത്തരം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബംഗളൂരു. ബ്ലാക്ക് ഫംഗസ് ബാധിച്ച രോഗികൾക്കായി 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ വെച്ചുവെക്കാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ച ഇന്ത്യയിലെ IIT ആണ് IIT മദ്രാസ്. പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? ഉത്തരം 2023 ഡിസംബർ 25. പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ആര്? ഉത്തരം സവീര പർക്കാഷ്. കേരളത്തിന്റെ പ്രഥമ സന്തോഷ് ട്രോഫി കിരീട നേട്ടത്തിന്റെ എത്രാം വാർഷികമാണ് 2023 ഡിസംബറിൽ ആഘോഷിച്ചത്? ഉത്തരം 50. 2 കോടി വരിക്കാരുമായി ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിയായി മാറിയതാര്? ഉത്തരം നരേന്ദ്രമോദി. 2029 പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറിയാണ് റെബേക്ക വെൽഷ്. ഈയിടെ അന്തരിച്ച TA ജാഫർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ വൈസ് ക്യാപ്റ്റനായിരുന്നത് ഇദ്ദേഹമായിരുന്നു. ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പ്രാദേശിക സമ്പദ്ഘടന വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് കേരളത്തിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് ഒരു തദ്ദേശ സ്ഥാപനം, ഒരു സംരംഭം. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മുംബൈ മസഗാൻ ഡോക്കിൽ നിർമ്മിച്ച് ഇന്ത്യൻ യുദ്ധക്കപ്പലിന്റെ പേരാണ് INS ഇംഫാൽ. ഒരു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ്. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. വേദിയായത് സൗദി അറേബ്യയിലെ ജിദ്ദ. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സേനാ വിഭാഗമേത്? ഉത്തരം CISF. നഗരത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും മാനസിക ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി കൊച്ചി നഗരസഭ ആരംഭിച്ച സമഗ്ര പദ്ധതിയുടെ പേരാണ് ഹാപ്പിനെസ് കൊച്ചി. പുതിയതായി കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാക്ടീരിയകൾക്ക് ആരോടുള്ള ആദരസൂചകമായിട്ടാണ് പേര് നൽകിയത്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ആ ബാക്ടീരിയയുടെ പേരാണ് പാൻഡാവോ ടാഗോറി. ഏത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മശതാബ്ദി വർഷത്തിനാണ് 2023 ഡിസംബറിൽ തുടക്കമായത്? ഉത്തരം അടൽ ബിഹാരി വാജ്പേയി. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുടെ പേര് 4 Stars of Destiny. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പലവിധ മാധ്യമങ്ങൾ റെഫർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ സീരീസാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ സീരീസുമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.